ഇന്ന് സൂപ്പർ സൺഡേ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഉച്ചയ്ക്ക്. മത്സരം ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. മികച്ച ഫോം തുടരുന്ന ഇന്ത്യക്ക് മത്സരത്തിൽ മുൻതൂക്കം. തെലങ്കാനയിലെ ടണൽ അപകടത്തിൽ രക്ഷാദൌത്യത്തിന് സൈന്യവും. നാഗർ കുർണൂലിലെ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് 8 പേർ. വെള്ളവും ചെളിയും രക്ഷാദൌത്യം ദുഷ്കരമാക്കുന്നതായി റിപ്പോർട്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സമുള്ളതായി ജമേലി ആശുപത്രി. ജീവൻ നിലനിർത്താൻ കൂടിയ അളവിൽ ഓക്സിജൻ നൽകുന്നതായി ഡോക്ടർമാർ. തിരുവനന്തപുരത്ത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു. മരിച്ചത് നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മിസോറാം സ്വദേശി വാലന്റീൻ. സഹപാഠി കസ്റ്റഡിയിൽ. കൊലപാതക കാരണം മദ്യപാനത്തിനിടയിലെ തർക്കം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള 2ാം പട്ടികയായി. 81 കുടുംബങ്ങൾ കരട് പട്ടികയിൽ. ടൗൺഷിപ്പിലെ കുടുംബങ്ങളുടെ എണ്ണം 323ആയി. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധവുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. ദുരന്ത ഭൂമിയിൽ ഇന്ന് കുടിൽ കെട്ടി സമരം. ആശമാരുടെ സമരത്തെ BJP കൂടി പിന്തുണച്ചതോടെ പ്രതിസന്ധിയിലായി സർക്കാർ. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന് ഇടതുമുന്നണിയിലും ആവശ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 14ാം ദിവസത്തിൽ. സംസ്ഥാനത്തെ 28 വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. കാസർകോട്ടെ കോളിക്കുന്ന്, പള്ളിപ്പാറ വാർഡുകളിൽ LDF-ന് എതിരില്ലാത്ത ജയം. വോട്ടെടുപ്പ് നടക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷനും. കൊട്ടാരക്കരയിലും താമരശ്ശേരി ചുരത്തിലും വാഹനാപകടങ്ങളിൽ 3 മരണം. താമരശ്ശേരി ചുരത്തിൽ ബൈക്ക് കൊക്കയിൽ വീണ് മരിച്ചത് തോടന്നൂർ സ്വദേശി. കൊട്ടാരക്കരയിൽ ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് മയ്യനാട് സ്വദേശി മരിച്ചു. തൃത്താലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 1 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന് അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ചങ്ങനാശ്ശേരി. ജർമ്മനിയിൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ്. 6 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. വലതുപക്ഷ സഖ്യം അധികാരത്തിലെത്തുമെന്ന പ്രീ പോൾ ഫലങ്ങൾ. ഇടതു പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയെന്നും സൂചന.